നല്ല പ്രതീക്ഷയാണ് കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ന് പകുതി കേരളം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന ഭരണം വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പൊതുവെ ഈ പ്രചരണത്തിനിടയിൽ എല്ലായിടത്തും ബോധ്യപ്പെട്ടത്. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന, ഫണ്ട് നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരിക്കും കേരളം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഇതേപോലെയുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാജ്യത്ത് അധികമൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ അധികാരവും ഫണ്ടും നൽകിക്കൊണ്ട് മികച്ച രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ മേഖലയിലും മികവാർന്ന പ്രകടനവും രാജ്യത്ത് തന്നെ നല്ല അംഗീകാരം നേടാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞു. ഇവിടെ കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ, ശുചിത്വ പരിപാലനം, അതേപോലെ തന്നെ നിരവധി ജനക്ഷേമ പദ്ധതികളെല്ലാം കൊച്ചി കോർപ്പറേഷൻ ഇന്ത്യക്ക് തന്നെ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റാണ് ലോകശ്രദ്ധയെ ആകർഷിച്ച അതിദാരിദ്ര്യ വിമുക്തമാവുക എന്നുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, പുതിയ പദ്ധതികൾ, ഇതെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതേപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ നീണ്ട വർഷക്കാലത്തെ UDF ഭരണത്തിനെതിരെയുള്ള ഒരു വികാരവും ഈ നഗരസഭയിൽ ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെയും മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും പ്രതിപക്ഷമടക്കമുള്ള ഒരു ശബരിമല വിഷയമാണ് ഉയർത്തി പറയുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. അല്ല, അതെല്ലാം ഇപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം, പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിൽ വേറെ എങ്ങുമില്ലല്ലോ. പ്രതിപക്ഷ നേതാവിന് ശരിക്കും അത് പറയാൻ അർഹതയില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം അദ്ദേഹം നിയമസഭയിൽ എതിർത്ത കാര്യമാണ്. ഞങ്ങളന്ന് നിയമസഭയിൽ പറഞ്ഞു, ഗവൺമെൻറ് തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്താം. ആ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ അത് പോരാ, CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒന്നും പങ്കെടുക്കാതെ നിയമസഭ ബഹിഷ്കരിച്ച ആളുകളാണ് എന്തിനെയാണോ അത് അവർ എതിർത്തത് അതേ അന്വേഷണത്തിൻ്റെമായി ബന്ധപ്പെട്ട് പോരുന്നത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ നിർഭയം പോലീസ് സംവിധാനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവകാശം നൽകുന്നത്, അധികാരം നൽകുന്നത് കേരളത്തിലാണ്. ഇവിടെ ജനങ്ങൾ യഥാർത്ഥ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള പുരോഗമന മതനിരപേക്ഷ സ്വഭാവം, ചരിത്രത്തിൽ ആദ്യമായി ഒരു 35-60 ഇടയിൽ പ്രായമുള്ള മഞ്ഞ പിങ്ക് കാർഡിൽ വരുന്ന 32 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് നൽകുന്ന പുതിയ ആനുകൂല്യം, അതേപോലെ തന്നെ നമ്മളിപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായി കൂടുതൽ വ്യവസായങ്ങൾ വരുന്നു. അതിന് പറ്റുന്ന തൊഴിലവസരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടണം. ഇവിടെ വ്യവസായങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ തൊഴിലിന് സജ്ജമാക്കാൻ എന്ത് കഴിയും? അതിൻ്റെ ഒരു പുതിയ പദ്ധതിയായിട്ടാണ് കണക്ട് ടു വർക്ക്. 1000 രൂപ ഡിഗ്രിയും ഡിപ്ലോമയും ITIയും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് തൊഴിലിന് ആവശ്യമായിട്ടുള്ള പരിശീലനത്തിനും മറ്റുമായി നൽകുന്നൊരു പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഏറെ കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ നൽകുന്നത്, അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാമാണ് ജനങ്ങൾ ിട്ടുള്ളത്. ബാക്കി വിഷയങ്ങൾ ചർച്ച ചെയ്യിക്കാൻ അവർ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് അത് സാധ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നടിയാക്രമണ കേസിലെ ഇപ്പോൾ UDF കൺവീനർ ഒരു പ്രസ്താവന വന്നത് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുക്കുന്നതെന്നാണ്. അപ്പം തന്നെ ഒരു പക്ഷം അവർ സ്വീകരിച്ചിരുന്ന ആളാണ്. ഗവൺമെൻറ്റിന് പിന്നെ വ്യക്തി എന്നുള്ളതല്ല അതിനകത്ത്. ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ്. അപ്പോൾ UDFൻ്റെ നിലപാട് സർക്കാർ അപ്പീൽ പോകേണ്ടതില്ല എന്നതാണെന്ന് ഇപ്പോൾ വ്യക്തമായി ഇരിക്കുന്നു. ഗവൺമെൻറ് അതിനകത്ത് ഒരു കുറ്റം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് കുറ്റവാളി നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അതിനകത്ത് കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ആ കുറ്റം വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിധിയുടെ കോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ കോടതി പൂർണ്ണ വിധി വരുമ്പോൾ അത് പരിശോധിച്ചിട്ട് തുടർ നടപടി വേണം എന്നുള്ളതാണ്. ഞങ്ങളതിനകത്ത് ഇന്നാളെന്നുള്ളതല്ല. ഒരു ഘട്ടത്തിലും പോലീസ് സർക്കാർ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ അതിനകത്ത് ഇടപെടാനോ സമ്മർദ്ദം ചെലുത്താനോ തയ്യാറായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല. പോലീസിന് പൂർണ്ണമായ സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി അവർ അന്വേഷിച്ചു. അവരാണ്, ഗവൺമെൻറ് അല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത്. അവരന്വേഷിച്ചു. അന്വേഷിച്ച സംബന്ധമായിട്ടുള്ള ഒരു കുറ്റപത്രം
കേന്ദ്രത്തിലേക്ക് എത്തി, പ്രതികളെ അവർ കണ്ടെത്തി. ആ പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണത്തിന് ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ സംവിധാനം ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ സമീപനം. അതോടൊപ്പം തന്നെ ഈ സംഭവത്തെ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള ജാഗ്രത സർക്കാർ കാണിച്ചു. ഹേമ കമ്മിറ്റിയുടെ ശുപാർശ അതാണ്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഓരോ ഷൂട്ടിംഗ് സൈറ്റിലും വേണം എന്ന് സർക്കാർ തീരുമാനമെടുക്കുകയും അത് പ്രായോഗികമാക്കാൻ തുടങ്ങിയതും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള വലിയ മാറ്റം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം നൽകി. അതിജീവിത അഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി.